ചിലന്തി വിരിച്ച വലയിൽ വീണ ഇരകളിൽ ഒരാളെപ്പോലെയായിരുന്നു മോഹിനിയും. ചോരയില്ലാത്ത പച്ചമാംസവും പേറി നടക്കുന്ന ഒരു രാത്രി പുഷ്പം. നഗരത്തിലെ സ്ട്രീറ്റ് ലൈറ്റ് വെളിച്ചത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് ബ്ലൗസിനുള്ളിൽ നിന്നും വിയർപ്പിൽ മുങ്ങിയ ചുരുണ്ട നോട്ടുകളെടുത്ത് എണ്ണി തിട്ടപ്പെടുത്തുന്ന മോഹിനി. ചില നോട്ടുകൾക്ക് മദ്യത്തിൻ്റെ ഗന്ധമായിരുന്നു. അതിൽ നിന്ന് ഒരു നോട്ടെടുത്ത് മുകളിലേക്ക് നീട്ടിപ്പിടിച്ച മോഹിനി നോട്ടിൻ്റെ നടുഭാഗത്തുള്ള ദ്വാരത്തിലൂടെ നോക്കിയപ്പോൾ അവളുടെ ഉറക്കക്ഷീണമുള്ള കണ്ണുകളിലേക്ക് വന്നു വീണ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ മഞ്ഞ നിറം. മോഹിനി പിറുപിറുത്തു. ഏതവനാണാവോ ഇത് ഞാൻ അറിയാതെ എന്നിൽ അടിച്ചേൽപ്പിച്ചത്? ഇനി ഇതിന്ന് ചെലവാക്കാൻ തെണ്ടി തിരിയേണ്ടി വരും. ശേഷം മോഹിനി നോട്ടുകൾ അടക്കത്തോടെ മടക്കി വെച്ച് പഴയ സ്ഥാനത്ത് തന്നെ വെച്ചു. പെട്ടെന്ന് മോഹിനിയുടെ മുഖത്തേക്ക് വന്നു വീണ ഏതോ ഒരു നാഷണൽ പെർമിറ്റ് ലോറി എവിടെയോ ലോഡിറക്കി പോകുന്ന വഴിയാണെന്ന് തോന്നുന്നു. ലോറി മോഹിനിയെ തൊട്ടുരുമി എന്ന പോലെ കുറച്ച് മുന്നോട്ട് പോയി നിന്നു. മോഹിനി മനസ്സിൽ ഏത് വരുത്തനാണാവോ ഇന്ന് ഈ നാറിയുടെ കൂടെയും കിടക്കേണ്ടി വരുമോ? ലോറിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ചുണ്ടത്തിരിയുന്ന ബീഡിയുമായി പുറത്തേക്ക് ചാടിയ ലോറൻസ് ശേഷം ലുങ്കി മടക്കി കുത്തി അവളുടെ അരികിലേക്ക് വരുമ്പോൾ വശ്യമായ പുഞ്ചിരിയുമായി വായ്ക്കകത്തുള്ള മുറുക്കാൻ നിലത്തേക്ക് തുപ്പിക്കൊണ്ട് മോഹിനിയുടെ അടുത്ത് വന്ന് അവളെ ഒന്ന് വലയം വെച്ച ശേഷം ലോറൻസ്, ഇതിനു മുമ്പ് ഇവിടെയെങ്ങും കാണാത്ത മുഖമാണല്ലോടി നിന്റേത്. എന്താ നിന്റെ പേര്? ഒരു രാത്രി കൂടെ കിടക്കാൻ എന്തിനാ എൻ്റെ പേര്? ചുമ്മാ കൂടെ അങ്ങ് കിടന്ന് ആശ തീർത്ത് പോയാ പോരെ? ലോറൻസ്, അത് പോയിന്റ്. ആട്ടെ, എന്താ നിന്റെ റേറ്റ്? മോഹിനി, കൂടുതലൊന്നും ഓടിയിട്ടില്ല മാഷേ. മാഷ് പറഞ്ഞതുപോലെ തന്നെ ഈ നഗരത്തിൽ ഈ അടുത്ത കാലത്തിറങ്ങിയ പുതുമുഖമാണ്. ലോറൻസ് പോക്കറ്റിൽ നിന്നും കുറച്ച് കാശെടുത്ത് മോഹിനിക്ക് നേരെ നീട്ടിക്കൊണ്ട്, ഇതിലെത്ര ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല, ഇത് മതിയോ എന്ന് നോക്കിയേ. മോഹിനി ലോറൻസിന്റെ കയ്യിൽ നിന്നും നോട്ടുകൾ പിടിച്ചു വാങ്ങി സ്ട്രീറ്റ് ലൈറ്റിന്റെ അടുത്തേക്ക് കുറച്ചുകൂടെ മാറി നിന്നുകൊണ്ട് എണ്ണി നോക്കുമ്പോൾ ലോറൻസ് ബീഡിയും പുകച്ചുകൊണ്ട് അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. കാണാൻ സുന്ദരിയാണ്. ഒരു 30 വയസ്സിന് മുകളിൽ പ്രായമുണ്ടെന്ന് തോന്നുന്നില്ല. ചുവന്ന സാരിയിൽ അവളെ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഏത് പുല്ലൻ്റെ മോനാണാവോ അതിനെ പിഴപ്പിച്ച്. അവളുടെ കൂടെ കിടന്ന് ആശ തീർക്കാനല്ല തോന്നുന്നേ. ആ കണ്ണുകളിൽ നോക്കി കുറച്ച് സമയം സംസാരിച്ച് അങ്ങനെ ഇരിക്കണം. ലോറൻസിൻ്റെ അരികിലേക്ക് നടന്നു വരുന്ന മോഹിനി ശേഷം ലോറൻസിനോട് 1000-ന് 150 കുറവുണ്ട്. ലോറൻസ്, നിന്റെ ശരീരത്തിൽ ഒട്ടിപ്പിടിച്ച് കിടക്കാൻ ഒന്നും എനിക്ക് താല്പര്യമില്ല. വല്ല ബീച്ചിലോ ലോഡ്ജിലോ പോയി കുറച്ചു നേരം നിന്നോട് സംസാരിച്ച് നിൽക്കണം, അത് മതി. ഏതോ ലോഡ്ജിൻ്റെ 2ാം നിലയിലെ ജനലിനരികിൽ നിന്ന് രാത്രി കാഴ്ചകൾ നോക്കി മൗനമായി നിൽക്കുന്ന മോഹിനി അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അത് കണ്ടപ്പോൾ ലോറൻസിന് വല്ലാത്ത ഒരു വിഷമം. അത് മറച്ചു പിടിച്ചുകൊണ്ട് മോഹിനിയുടെ അരികിൽ വന്ന് നിന്നുകൊണ്ട് ലോറൻസ് പുറത്തേക്ക് നോക്കി. റോഡിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന തൻ്റെ ലോറി, അതിൽ തന്നെയായിരുന്നു മോഹിനിയുടെ കണ്ണുകൾ വീണ് കിടന്നിരുന്നതും. ലോറൻസ് ഒന്നും ചോദിക്കാതെ തന്നെ ലോറിയിൽ നിന്നും കണ്ണുകൾ എടുക്കാതെ മോഹിനി. ഇതുപോലെയുള്ള ഏതോ ഒരു ലോറിയിലായിരുന്നു മാഷേ ഏതോ ഒരു ശപിച്ച രാത്രിയിൽ ഞാനും ഈ നഗരത്തിൽ വന്നിറങ്ങിയത്. അന്ന് കൂടെ ആണായ ഒരുത്തനുണ്ടായിരുന്നു, ശിവൻ. ദാരിദ്ര്യം മാത്രം സ്വന്തമായുള്ള ആ കൊച്ചു വീട്ടിൽ നിന്നും അയാളുടെ കൂടെ ഏതോ ഒരു പാതിരാത്രിയിൽ ഇറങ്ങിപ്പോരുമ്പോൾ എൻ്റെ അച്ഛനായിരുന്നു വെളിച്ചം കാണിച്ചു തന്നത്. അപ്പോൾ ഞാൻ കണ്ടു മാഷേ, ആ പാവത്തിൻ്റെ മുഖത്ത് തൻ്റെ മക്കളിൽ ഒരാളെങ്കിലും രക്ഷപ്പെട്ടല്ലോ എന്ന ആശ്വാസം. ശിവൻ്റെ കണ്ണുകളിൽ ഞാൻ കണ്ട പ്രണയത്തിന് പിന്നിൽ വേറൊരർത്ഥം കൂടി ഉണ്ടായിരുന്നു മാഷേ. ഒരു കൂട്ടിക്കൊടുപ്പുകാരൻ്റേതായിരുന്നു. സത്യത്തിൽ അയാളൊരു വിഷച്ചിലന്തിയായിരുന്നു. അയാൾ വിരിച്ച വലയിൽ വീണ ഇരകളിൽ ഒരാൾ കൂടി മാത്രമായിരുന്നു ഞാൻ. എന്നിലെ ചൂടുള്ള രക്തം ഊറ്റി കുടിച്ച ശേഷം അയാളെന്നെ പലർക്കും കാഴ്ചവെച്ചു. പക്ഷെ അധിക കാലമൊന്നും ഈ ഭൂമിയിൽ വാഴാൻ അവന് ദൈവം ലൈസൻസ് നൽകിയിരുന്നില്ല മാഷേ. ചത്തൊടുങ്ങി ആ നാറി. ലോറൻസ് അവളെ തന്നെ നോക്കിക്കൊണ്ട്, ദൈവം ശിവന് കൊടുത്ത ലൈസൻസ് ഒരു വെട്ടുകത്തി കൊണ്ട് കീറി പറിച്ചു കളഞ്ഞു അല്ലേ മോഹിനി? മോഹിനി എന്തോ മറച്ചു പിടിക്കാൻ എന്ന പോലെ ലോറൻസിൽ നിന്നും മുഖം ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിക്കുമ്പോൾ ലോറൻസ് തല കുനിച്ച മോഹിനിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. പെട്ടെന്ന് മോഹിനി ബ്ലൗസിനകത്ത് കൈയിട്ട് ലോറൻസ് കൊടുത്ത കാശെടുത്ത് അയാൾക്ക് നേരെ നീട്ടിക്കൊണ്ട്, ഇന്നാ മാഷേ, മാഷിൻ്റെ കാശ്. മാഷ് എൻ്റെ ശരീരത്ത് തൊടുന്നില്ലെങ്കിൽ അതിനർത്ഥം ഈ കാശ് എനിക്ക് അർഹതപ്പെട്ടതല്ല എന്നാണ്. ഞാൻ പോട്ടെ മാഷേ. ലോറൻസ്, ആ നാറിയെ ആര് കൊന്നാലും അത് നന്നായെന്നേ ഞാൻ പറയും. അവനൊക്കെ അത് അർഹിക്കുന്നു. പിന്നെ നാളെ ഞാൻ ഈ നഗരം വിടുകയാണ്. പിന്നെ കുറേ നാളത്തേക്ക് ഇങ്ങോട്ട് കാണില്ല. നിന്റെ മൊബൈൽ നമ്പറോ മറ്റോ ഉണ്ടോ ഇവിടെ വന്നാൽ ബന്ധപ്പെടാൻ?
മോഹിനി ലോറൻസിന് നേരെ തന്റെ വെളുത്ത കൈകൾ നീട്ടിക്കൊണ്ട്, ഇതിലേതിലെങ്കിലും മാഷിന്റെ നമ്പർ എഴുതിക്കോ, ഞാൻ പിന്നെ എഴുതിയെടുത്തോളാം. ലോറൻസ്: അതിനെന്റെ കയ്യിൽ എവിടെയാടി പേന? ലോറൻസ് അത് പറഞ്ഞപ്പോൾ മോഹിനി ഉറക്കെ ചിരിച്ചു. കൂടെ ലോറൻസും. ലോഡ്ജ് വിട്ട് അവർ ഹോട്ടലിൽ നിന്നും പ്രഭാത ഭക്ഷണമൊക്കെ കഴിഞ്ഞ ശേഷം നഗരത്തിലൂടെ ലോറിയിൽ കറങ്ങി. ലോറി ഓടിക്കുമ്പോഴും ലോറൻസിന്റെ കണ്ണുകൾ അവളുടെ മുഖത്തേക്ക്. ഇടയ്ക്കിടയ്ക്ക് വീണുകൊണ്ടിരിക്കുന്ന കാറ്റുകൊണ്ട് മുഖത്തേക്ക് വന്ന് വീഴുന്ന മുടിയിഴകളെ മാടിയൊതുക്കി മോഹിനി. ലോറൻസ് മനസ്സിൽ പറഞ്ഞു, നിന്നെ വഴിയിൽ ഉപേക്ഷിച്ചു പോകാൻ തോന്നുന്നില്ലല്ലോ മോളെ. പോരുന്നോ എൻ്റെ കൂടെ? നഗരം വീണ്ടും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ലോകത്തേക്ക് വീണപ്പോൾ ലോറിയുടെ വേഗത കുറഞ്ഞു. മോഹിനിക്ക് ഇറങ്ങിപ്പോകാനുള്ള സൂചന. മോഹിനിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അത് ലോറൻസിൽ നിന്നും മറച്ചു പിടിക്കാനായി കണ്ണിലെന്തോ പൊടി വന്ന് വീണതുപോലെ അവൾ അഭിനയിച്ചപ്പോൾ ലോറൻസ് ലോറിയുടെ വേഗത കൂട്ടി. ശേഷം മോഹിനിയോട്, ഇന്ന് ഇറങ്ങാനൊന്നും നിൽക്കണ്ട, നമുക്ക് നേരെ എൻ്റെ നാടായ പാലക്കാട്ടേക്ക് അങ്ങ് വെച്ചു പിടിക്കാം, എന്താ? അവളുടെ മറുപടിക്കായി കാത്തുനിന്ന ലോറൻസ് കണ്ടു കണ്ണുകൾ പൊത്തിപ്പിടിച്ച് വിങ്ങിപ്പൊട്ടുന്ന മോഹിനിയെ. അത് കണ്ടപ്പോൾ ലോറൻസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ലോറൻസ്: ഡീ, നിന്റെ ശരീരത്തിലെ ആ ഖജനാവിൽ നിന്നും ആ കാശ് മൊത്തം ഇങ്ങെടുത്തേ. കരഞ്ഞു കലങ്ങിയ മോഹിനിയുടെ കണ്ണുകളിലെ നേർത്ത പുഞ്ചിരിക്കൊപ്പം അല്പം തിരിഞ്ഞിരുന്ന് ബ്ലൗസിനകത്ത് കൈയിട്ട് കാശ് മൊത്തം എടുത്തു. ലോറൻസിന് നേരെ നീട്ടിയ ഒരു കൈകൊണ്ട് വണ്ടിയുടെ വളയെ നിയന്ത്രിച്ചുകൊണ്ട് ലോറൻസ് അതിൽ നിന്നും താൻ കൊടുത്ത കാശ് മാത്രം എടുത്തു. ബാക്കിയുള്ള ചില്ലറ നോട്ടുകൾ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. മോഹിനി തിരിഞ്ഞു നോക്കിയപ്പോൾ വേഗത്തിൽ പായുന്ന ലോറിക്ക് പിറകിൽ കാറ്റെടുത്തുകൊണ്ട് പോകുന്ന നോട്ടുകൾ. ലോറൻസ് പോക്കറ്റിൽ നിന്നും തൻ്റെ നോട്ടുകൾ മോഹിനിക്ക് കാണിച്ചുകൊണ്ട്, ഇത് എൻ്റെ കാശാ, ഡീസലടിക്കാനുള്ള കാശ്. ഇതും വലിച്ചെറിഞ്ഞാൽ നമ്മൾ വഴിയിൽ ബാക്കിയായി പോകും. മോഹിനി കണ്ണുകൾ തുടച്ചുകൊണ്ട് അവളുടെ മനസ്സിനോട് ചോദിച്ചു, ആരാണ് ഈ ദൈവദൂതൻ? ശേഷം ഡ്രൈവിങ്ങിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുന്ന ലോറൻസ് അവളുടെ മനസ്സ് വായിച്ചറിഞ്ഞ പോലെ ആരോടെന്നില്ലാതെ, ഞാൻ അത്ര വലിയ മഹാനൊന്നുമല്ല, എങ്കിലും അഴുക്കുചാലിൽ കിടന്ന സുന്ദരമായ ഒരു ചെടിയെ ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് പറിച്ചു നടന്നു, അത്രമാത്രം. ഇനി അതിലുണ്ടാകുന്ന പൂക്കൾ നഗരത്തിലെ ഇരുട്ടിൽ കൊഴിഞ്ഞു വീണ് ചതഞ്ഞരയാനുള്ളതല്ല, എനിക്ക് മാത്രമുള്ളതാണ്. അങ്ങനെയല്ലേ ഹേ? മോഹിനിക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. കാരണം ഇതൊക്കെ സത്യമാണോ അതോ സ്വപ്നമാണോ എന്ന സംശയത്തിൻ്റെ വലയത്തിൽപ്പെട്ട് നട്ടം തിരിയുകയായിരുന്നു അപ്പോൾ മോഹിനിയുടെ മനസ്സ്. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.